എസ് രാജമൗലി ഒരുക്കുന്ന വാരണാസി എന്ന ചിത്രം അത് വളരെ ആകാംക്ഷയോടെയാണ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. 1300 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമയിൽ മഹേഷ് ബാബു നായകനായും മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് പ്രതിനായകനായും പ്രിയങ്ക ചോപ്ര നായികയുമായി എത്തുന്നു. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിരിക്കും വാരണാസി എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ 25 മിനിറ്റ് ദൈർഘ്യമുള്ള തേത്രായുഗത്തിന്റെ എപ്പിസോഡിന് മാത്രം 250 മുതൽ 300 കോടി രൂപയാണ് ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. ബാഹുബലി, RRR തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ആഗോള ശ്രദ്ധ നേടിയ രാജമൗലി ഒരു മിത്തോളജിക്കൽ ചിത്രം ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ചെറുതായിരിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സിനിമയുടെ റിലീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റിലീസ് ഇനിയും ഒരു വർഷത്തിലേറെ സമയം ബാക്കി നിൽക്കെ ഗ്രാൻഡ് റിലീസിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അണിയറ പ്രവർത്തകർ ആരംഭിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഒരു ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡ് സ്ക്രീനിംഗ് കൗണ്ടായിരിക്കും വാരണാസി ലക്ഷ്യം വെക്കുന്നത്. വേൾഡ് വൈഡ് 40,000 സ്ക്രീനെങ്കിലും റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സിനിമാ മാർക്കറ്റായ USA-യിൽ റെക്കോർഡ് റിലീസാവും വാരണാസിക്ക് ഉണ്ടാവുക എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നു. USA-യിൽ മാത്രം 18,000 സ്ക്രീനുകളാണ് വാരണാസി ലക്ഷ്യമിടുന്നത്. ഒരു നോൺ ഹോളിവുഡ് സിനിമയ്ക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ റിലീസായിരിക്കും വാരണാസി എന്ന ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുക എന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യയിൽ സിനിമയ്ക്ക് റെക്കോർഡ് റിലീസായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും ഇല്ലല്ലോ. അടുത്തിടെ റിലീസായ വൻ ചിത്രമായ പുഷ്പ 2 വേൾഡ് വൈഡ് റിലീസ് ചെയ്ത് 12,000 സ്ക്രീനിലായിരുന്നു. ഇതിന്റെ മിനിമം 3 ഇരട്ടി സ്ക്രീനുകളായിരിക്കും വാരണാസി ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ട് പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യക്ക് പുറമെ UK, USA, കെനിയ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചിത്രം ഷൂട്ട് ചെയ്യുന്നത്. പുതിയ ഷെഡ്യൂൾ അടുത്തിടെ ജോർജിയയിൽ ആരംഭിച്ചിരുന്നു. അന്റാർട്ടിക്കയും വാരണാസിയുടെ ഒരു പ്രധാന ലൊക്കേഷനാണ്. 2027 ഏപ്രിൽ 7-നാണ് സിനിമ റിലീസാവുന്നത്. അപ്പോൾ കാത്തിരിക്കാം വാരണാസിയുടെ മറ്റു വിശേഷങ്ങൾക്കായി.